നമസ്തേ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ഇതുവരെ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു കഴിഞ്ഞു. നാളെ നിശബ്ദ പ്രചാരണമാണ്, മറ്റന്നാൾ ജനവിധി. ഒപ്പം ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് തിരുപ്പനന്താംകുന്ന് ദീപം തെളിയിക്കലുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം മുന്നോട്ടു പോകുന്നു എന്നത്. ഏതായാലും നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് പരിസമാപ്തി. പോളിംഗ് ശതമാനം 70 പിന്നിട്ടു. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്ത്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. രണ്ടാം ഘട്ടം മറ്റന്നാൾ. പലയിടങ്ങളിലും CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി പരാതി. വഞ്ചിയൂരിൽ കള്ളവോട്ട് ചോദ്യം ചെയ്തതിന് BJP പ്രവർത്തകർക്ക് നേരെ CPM അതിക്രമം. 4 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. കൊല്ലത്തും കൊച്ചിയിലും കള്ളവോട്ട് പരാതി. രണ്ടാം ഘട്ടത്തിന് കൊട്ടിക്കലാശം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ മറ്റന്നാൾ വോട്ടെടുപ്പ്. നാളെ നിശബ്ദ പ്രചാരണം. ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശിനെതിരെ കോൺഗ്രസ്. നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് സണ്ണി ജോസഫ്. വിമർശിച്ച് ചെന്നിത്തലയും കെ മുരളീധരനും. പിന്നാലെ അതിജീവിതക്കൊപ്പമെന്ന് മലക്കം മറിഞ്ഞ് UDF കൺവീനർ. പുതിയ നീക്കത്തിന് ദിലീപ് നിയമ നടപടികളിലേക്ക് സൂചന. നടപടി തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ശങ്കർദാസും കുടുങ്ങും. സ്വർണം ചെമ്പാക്കിയതിൽ ശങ്കർദാസിനും തുല്യ പങ്കെന്ന് കണ്ടെത്തൽ. ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ മെമ്പർ ശങ്കർദാസിന്റെ SIT. അറസ്റ്റ് വൈകിപ്പിക്കാൻ ഇടത് നീക്കം. ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം. തിരുപ്രം കുണ്ടത്രേ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ കോടതി നടപടിയിൽ പ്രതിഷേധം. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. വിധി എഴുതി പകുതി ജില്ലകൾ. തദ്ദേശകം 2025 കോ-പവേർഡ് ബൈ റീഗേറ്റ് ബിൽഡേഴ്സ് പ്രസൻസ് ലിൻഡൽ പാർക്ക് ആൻഡ് ലോറൽ ഹെവൻ. റീഗേറ്റ്, ബിൽഡിംഗ് ഓൺ ട്രഡീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അന്തിമഘട്ടത്തിൽ. കൂടുതൽ പോളിംഗ് നടന്നത് എറണാകുളം ജില്ലയിലാണ്. ആദ്യഘട്ടത്തിൽ 65.65% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തത് എറണാകുളം ജില്ലയിൽ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം എങ്ങനെയാണ്?
KPI എറണാകുളം ജില്ലയിലെ കണക്കുകളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്ന സംസ്ഥാന തലത്തിൽ ഏറ്റവും അവസാനമായി വന്ന കണക്കനുസരിച്ച് 73.36% എറണാകുളം ജില്ലയിലെ മാത്രം കണക്കുകൾ എന്നുള്ളത്, പോളിംഗ് ശതമാനം എന്നുള്ളത്. പക്ഷേ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ അനുസരിച്ച് അത് 73.48% അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ എന്നുള്ളത് നിലവിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് ഈ പറയുന്ന കണക്കായിരുന്നു. അതിനുശേഷം ഇടുക്കിയിലേക്ക് വരുമ്പോൾ അവിടെ 70.26% കോട്ടയത്ത് 69.77%. അപ്പോൾ ആലപ്പുഴയിൽ 72.74%, പത്തനംതിട്ട 65.91%, കൊല്ലം 69.32%, തിരുവനന്തപുരം 65.93% എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കണക്കുകളുടെ കാര്യത്തിൽ ശതമാനത്തിൻ്റെ കാര്യത്തിൽ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ആവേശം നിറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞത്. 7 ജില്ലകൾ വിധിയെഴുതുമ്പോൾ വളരെ ആവേശത്തോടെ വോട്ടേഴ്സ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി. അതിലും ആവേശത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും എത്താൻ ശ്രമിച്ചു, വോട്ടർമാരെ പലയിടത്തും എത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള വളരെ ആവേശം നിറഞ്ഞ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലയിടത്തു നിന്നും സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കള്ളവോട്ട് വ്യാപകമായി നടത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നന്ദിയോട്, അതോടൊപ്പം തന്നെ കുന്നത്തുകാൽ, മലയൻകീഴ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ട്. കള്ളവോട്ട് കാരണം മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. തിരുവനന്തപുരം വഞ്ചിയിലുണ്ടായത് വ്യാപക സംഘർഷമാണ്. അവിടെ LDFിൻ്റെ നേതൃത്വത്തിൽ കള്ളവോട്ടുള്ള ശ്രമം നടക്കുന്നുവെന്ന് BJP ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെതിരെ പോലീസിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് BJP പ്രവർത്തകരെ കായികമായി ആക്രമിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ സംഘർഷാവസ്ഥ പലയിടത്തും ഉണ്ടാകുന്ന സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു രാഷ്ട്രീയ വശം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ജില്ലകളിലെ വോട്ടിംഗ് ശതമാനം, അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന വോട്ടുകൾ എത്ര, ഈ ജില്ലയിലെ നിലവിലത്തെ ഓരോ ജില്ലകളിലത്തെയും ഓരോ മണ്ഡലത്തിലെയും ശക്തികൾ എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൻ്റെ ആദ്യ ഘട്ടം സമാപിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ വലിയ ആവേശത്തോടെ തന്നെ സ്വീകരിച്ചിരുന്നു. അതിരാവിലെ തന്നെ പലയിടങ്ങളിലും എത്തി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലായിടത്തും വോട്ടുറപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ, വോട്ടേഴ്സ് എല്ലാം തെരഞ്ഞെടുപ്പ് സ്ഥലങ്ങളിലേക്ക് എത്തണം, പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തണം എന്നുള്ള വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് വശം അവിടെയുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായി തന്നെ നമ്മുടെ കേരളത്തിലെ 7 ജില്ലകളിലെ ജനങ്ങൾ കൃത്യമായി കണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ച അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ തന്നെ പതിവ് പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കള്ളവോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപക പ്രശ്നങ്ങൾ പലയിടത്തും നടന്നു. പല വോട്ടർമാരും മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വാർഡുകളിൽ എത്തുമ്പോഴാണ് തങ്ങളുടെ വോട്ട് മറ്റാരും ചെയ്തു പോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പറുടെ വോട്ട് തന്നെ മറ്റാരോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മറ്റ് ചിലയിടങ്ങളിൽ സമാനമായ രീതിയിൽ വൈകുന്നേരങ്ങളിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ രാവിലെ വേറെ ആരോ തൻ്റെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിയുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. വഞ്ചിയൂരിലെ പ്രശ്നം അതൊരു പോലീസ് കേസായി മാറുകയും വലിയ രീതിയിലുള്ള സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തുന്ന രീതിയിലുള്ള വലിയ പോലീസ് വിന്യാസമടക്കമുള്ള സംഘർഷങ്ങളിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. എങ്കിലും അന്തിമ വോട്ടർ ഫലം എത്രയാണ്, ഇതിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനം എന്നുള്ളതിലേക്ക് ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ വോട്ടിംഗ് അവസാനിച്ച സാഹചര്യമുണ്ട്. വിരലെണ്ണാവുന്ന 1-2 ഇടത്ത് കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം അപ്ഡേഷൻസ് വരാനുണ്ട്. ആ അപ്ഡേറ്റുകളും കൂടി വന്നു കഴിയുമ്പോഴേക്കും ഒരു അന്തിമ ചിത്രം നമുക്ക് ലഭ്യമാകും. എങ്കിലും നിസ്സംശയം പറയാം, കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇന്നത്തെ ഈ വോട്ടിംഗ് ദിവസം നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. KP അത് തന്നെയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപണത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. 4 പേർക്കെതിരെയാണ് കേസ്. വനിതാ BJP പ്രവർത്തകരെ അസഭ്യം പറഞ്ഞതിലാണ് 4 CPM പ്രവർത്തകർക്കെതിരെ കേസ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ വോട്ട് ചെയ്യുന്നുവെന്ന ആരോപണത്തിലാണ് സംഘർഷം നടന്നത്. രാവിലെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില ജനതാ ഡിവിഷനിലും കള്ളവോട്ട് നടന്നതായി പരാതി. തൈക്കുടം സെന്റ് ജെയിംസ് റോഡിൽ താമസിക്കുന്ന ശിവപ്രസാദിന്റെ വോട്ടാണ് മറ്റൊരാൾ ചെയ്തത്. വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് കള്ളവോട്ട് നടന്നതായി അറിഞ്ഞത്. തുടർന്ന് ടെൻഡർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു. ബൂത്തിൽ കൂടുതൽ കള്ളവോട്ടുകൾ നടന്നതായും റീപോളിംഗ് വേണമെന്നും ശിവപ്രസാദ് ആവശ്യപ്പെട്ടു. 2:30 ഞാനും വൈഫും കൂടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കച്ച് സ്കൂളിലുള്ള ബൂത്ത് നമ്പർ 3 വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ 25 മിനിറ്റോളം ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വോട്ട്
ഇതിനു മുമ്പേ ആരോ വന്ന് കള്ളവോട്ട് പോലെ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനവിടെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അവിടെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുകയും അതിനെതിരെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബൂത്ത് നമ്പർ 3 48-ാം ഡിവിഷൻ്റെ ബൂത്ത് നമ്പർ 3 വ്യാപകമായിട്ട് കള്ളവോട്ടിംഗ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ബൂത്ത് നമ്പർ 3 വോട്ട് റീപോളിംഗ് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് റീപോളിംഗ് നടത്തിയിട്ടല്ലാണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളിൽ ആര് വിജയിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല. വളരെയധികം മോശകരമായൊരു നടപടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല ജീവനക്കാർക്കും തൊഴിലാളികൾക്കും പോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്താത്തതിൽ പരാതി. കച്ചവട സ്ഥാപനങ്ങളിലെ അടക്കം നിരവധി തൊഴിലാളികളുടെ സമ്മതിദാന അവകാശമാണ് നഷ്ടമായത്. ദേവസ്വം ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ എന്നിവർക്കും പോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റൽ വോട്ട് സൗകര്യം ലഭ്യമാകാത്ത നിരവധി ആളുകളാണ് ശബരിമല സന്നിധാനത്ത് ജോലിയിലുള്ളത്. ദേവസ്വം ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, വിവിധ കച്ചവട സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ, ഇങ്ങനെ നിരവധി ആളുകൾക്ക് പോസ്റ്റൽ വോട്ട് സൗകര്യം ലഭ്യമല്ല. ഇവർക്ക് ജോലി തിരക്ക് മൂലം നേരിട്ട് പോയി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സാഹചര്യവുമില്ല. കേരളത്തിലെ 7 ജില്ലകളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഉത്സവം നടക്കുമ്പോൾ അതിൽ ഭാഗമാകാൻ കഴിയാതെ പോകുന്ന, സമ്മതിദായകാവകാശം വിനിയോഗിക്കാൻ കഴിയാതെ പോകുന്ന ഇവരുടെ പ്രതികരണം എങ്ങനെയെന്ന് നോക്കാം. പിന്നെ തീർച്ചയായും വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമല്ലേ, ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യണമെന്നുള്ളത് തീർച്ചയായും ഒരു ആഗ്രഹം തന്നെയാണ്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. പോസ്റ്റൽ വോട്ട് വേണം, തീർച്ചയായും പോസ്റ്റൽ വോട്ട് വേണം. ഇതുപോലെ പണിയെടുക്കുന്നവർക്ക് ശബരിമലയിൽ അത്യാവശ്യമാണ്. കാരണം വോട്ട് ചെയ്യുക എന്നുള്ളൊരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ്. അതുകൊണ്ടത് നമുക്ക് എങ്ങനെയെങ്കിലും ആ പോസ്റ്റൽ സൗകര്യങ്ങൾ എത്തിക്കണം. വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ശബരിമല ബുദ്ധിമുട്ടാണ്. പോകണമെന്നുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. പിന്നെ വോട്ട് ചെയ്യണമായിരുന്നു, അവകാശമല്ലേ, ഏർപ്പെടുത്തണമായിരുന്നു, നടക്കുന്നില്ല. വോട്ട് ചെയ്യാൻ സൗകര്യമില്ല. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തിരക്കല്ലേ, ഇവിടെ ഇട്ടിട്ട് അങ്ങനെ പോകുന്നത്. തീർച്ചയായിട്ടും ചെയ്തേനെ. അതെ, തീർച്ചയായിട്ടും. തൊഴിലാളികൾക്ക് ഇവിടെ എത്രയോ വോട്ടുകൾ ഇപ്പോൾ പാഴായി പോകുന്നുണ്ട്, ചെയ്യേണ്ടി തന്നെയാണ്. ബുദ്ധിമുട്ടി തന്നെ. നമുക്ക് ഈ പണിക്ക് വന്നുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലേ. എങ്കിൽ സൗകര്യമായിരുന്നു. വേണമായിരുന്നു. വോട്ട് ജോലി ഇതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. സീസണും കഴിയാതെ പോകാൻ പറ്റില്ല. വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പോസ്റ്റൽ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു വോട്ട് കളയാന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള, നമുക്ക് ജനാധിപത്യത്തിൽ ഒരു വോട്ട് നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഇവിടെ തിരക്കും സാഹചര്യങ്ങളനുസരിച്ച് നമ്മളിപ്പോൾ പോയി വരാമെന്ന് പറഞ്ഞാൽ അത് അതിൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അത് വോട്ട് നഷ്ടപ്പെടാൻ ഭയങ്കര പ്രശ്നമുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഇതിന് പകരം ആളെ നിർത്താനും ഇല്ല. പിന്നെ നമുക്ക് അതും ഇല്ല, ഇതും ഇല്ലാതാവും. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും നിൽക്കാനും പറ്റില്ല. അപ്പോൾ പോക്കുവരവിനെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു അതിനുള്ള സംവിധാനമില്ല, പോകാൻ പറ്റിയിട്ടുമില്ല. പിന്നെ ആ ഒരു നിരാശ നമുക്കുണ്ട്, പക്ഷേ വോട്ടിന് പോകാൻ പറ്റാത്തതല്ലേ. കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് മുമ്പേ ശബരിമല സീസണിൽ ആണല്ലോ. അപ്പോൾ അത് മാറ്റി വെക്കാമായിരുന്നു. ഇലക്ഷൻ മുന്നോട്ട് മാറ്റി വെച്ചാണെങ്കിൽ ശബരിമല എത്രയോ കോടിക്കണക്കിന് ഭക്തരാണ് വരുന്നത്. ഈ ഭക്തർക്കെല്ലാം പല കാര്യങ്ങളുണ്ട്, ചില ജീവിതമാർഗ്ഗങ്ങളായിട്ടാണ് ഞാനും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പോസ്റ്റലോട്ട് ശബരിമല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. വോട്ട് ചെയ്യാൻ ഇവിടെ വോട്ടിൻ്റെ ഇതില്ലല്ലോ, ബുദ്ധിമുട്ടാണ്. ഓക്കെ ആയിരുന്നു. വോട്ട് അതിനുള്ള സംവിധാനം ഇല്ലല്ലോ, പിന്നെ നമ്മളെന്ത് ചെയ്യുന്നത്? വേണമെന്നായിരുന്നു. പൗരാവകാശം വിനിയോഗിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ വിഷമം എല്ലാവരും ഒരേ സ്വരത്തിൽ പങ്കുവെക്കുകയാണ്. പോസ്റ്റൽ വോട്ട് സൗകര്യം ക്രമീകരിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ജനങ്ങളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോകുന്നതിൻ്റെ വിഷമം, പോസ്റ്റൽ വോട്ട് ക്രമീകരിക്കാത്തതിലുള്ള പരാതി, ഇതൊക്കെ തന്നെയാണ് എല്ലാ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം. തിരികെ വാർത്തയിലേക്ക്. ഹിന്ദു വിശ്വാസത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം. തിരുപ്രം കുണ്ടത്തെ
കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം 100 ഇന്ത്യ എംപിമാർ ഒപ്പിട്ട നിവേദനം ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിച്ചു. DMK എംപിമാരുടെ നേതൃത്വത്തിലായിരുന്നു നീക്കം. കോൺഗ്രസ് വയനാട് MP പ്രിയങ്ക ഗാന്ധി ഹിന്ദുവിരുദ്ധ നീക്കത്തിന് പിന്തുണ നൽകി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്ത്യ സഖ്യത്തിന്റെ ഹൈന്ദവ വിശ്വാസത്തിനെതിരെയുള്ള ഒരു നിലപാട് അത് തന്നെയാണ് ഇന്ന് 100 എംപിമാർ ഒപ്പിട്ട നിവേദനത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്, അല്ലേ? KP, രാജ്യത്തെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി ഹിന്ദു വിരുദ്ധ മുന്നണിയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ തിരുപ്പറംകുണ്ടം വിഷയത്തിൽ മാത്രമല്ല, രാജ്യത്ത് ഹിന്ദു സമൂഹവുമായി ഹിന്ദു വിഭാഗവുമായി ഏതു തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും അതിനെ എതിർത്തു നിൽക്കുന്നൊരു ശക്തിയായി അല്ലെങ്കിൽ എതിർത്തു നിൽക്കുന്നൊരു വിഭാഗമായി രാജ്യത്തെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് DMKയും കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ തിരുപ്പറംകുണ്ടം കാർത്തിക വിളക്കുമായി ബന്ധപ്പെട്ട് അവിടെ വിളക്ക് തെളിയിക്കുന്നതിന് ഡിസംബർ 6-ന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നു. അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥനാണ് അതിന് ഉത്തരവിട്ടിരുന്നത്. മുരുകഭക്തർ 6 മുരുകക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി കാണുന്ന തിരുപ്പറംകുണ്ടത്ത് കാർത്തിക ദീപം തെളിയിക്കുന്നതിന് നിയമവഴിയിലൂടെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട് പോലും DMK സർക്കാർ അത് തടയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയും വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് പോലും DMK സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ചർച്ചയായിരുന്നു. കേന്ദ്രമന്ത്രി L മുരുകൻ വളരെ കൃത്യമായി തന്നെ ഒരു വിഭാഗം ജനതയുടെ ആചാരവും അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യവും തടയുകയാണ് തമിഴ്നാട്ടിലെ DMK സർക്കാർ എന്നും സൂചിപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ ഉത്തരവിട്ട ജഡ്ജിയെ ഇംപീച്ച്മെൻറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ 100 എംപിമാർ ഒപ്പിട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇനി മുൻപോട്ടുള്ള നടപടി എന്നുള്ളത് ലോക്സഭാ സ്പീക്കർ ഇത് പരിശോധിക്കും. അതിനുശേഷം ഈ നിവേദനം പരിശോധിച്ച് പാർലമെൻറ്റിൽ വെക്കുമ്പോൾ ഇംപീച്ച്മെൻറ്റിന് 3-2 ഭൂരിപക്ഷം വേണം ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാക്കുന്നതിന്. അതിനുള്ളൊരു ഭൂരിപക്ഷം നിലവിൽ ഇന്ത്യ മുന്നണിക്ക് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട് കാർത്തിക ദീപം തെളിയിക്കാൻ ഉത്തരവിട്ട ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DMKയിലെയും CPMിലെയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെയും എംപിമാർ ഒരുമിച്ച് നിന്നത്. വയനാട്ടിലെ MP പ്രിയങ്ക ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും. ഹൈന്ദവ വിശ്വാസത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തിൽ വീണ്ടും ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. ഭാരതത്തിന്റെ ഹൃദയഭൂവിലൂടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് മധ്യപ്രദേശിലുള്ളത്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ 2ാമത്തെ വലിയ സംസ്ഥാനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിലൂടെ കഴിഞ്ഞ പതിറ്റാണ്ടിൽ സാമ്പത്തിക സാമൂഹിക രംഗത്ത് സമഗ്ര പരിവർത്തനമാണ് മധ്യപ്രദേശ് സ്വന്തമാക്കിയത്. ഈ ഒരു വാർത്തയോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം തന്നെ ജനം ഡിബേറ്റുമായി അനിൽ നമ്പ്യാർ ചേരും. നമസ്തേ. പരമ്പരാഗതമായി കാർഷിക സംസ്ഥാനമെങ്കിലും വ്യവസായവും ധാതുക്കളും കൂടിയാണ് മധ്യപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയെ പരുവപ്പെടുത്തുന്നത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ദ്രുതഗതിയിൽ ഇന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും വികസനം ഒരുപോലെ നടത്തുകയാണ് ഡോക്ടർ മോഹൻ യാദവ് സർക്കാർ. ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ എന്നീ 3 വിമാനത്താവളങ്ങളിലൂടെ മെച്ചപ്പെട്ട എയർ കണക്ടിവിറ്റിയും ഉറപ്പാക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായും വിദേശ രാജ്യങ്ങളുമായുമുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി വ്യോമയാന സേവനങ്ങൾ ഇനിയും വിപുലീകരിക്കുകയാണ്. റീവയിലെ വിമാനത്താവള നിർമ്മാണവും ഗ്വാളിയറിലെ രാജ്മാതാ വിജയരാജ സിന്ധ്യ വിമാനത്താവളത്തിന്റെ വികസനവും നടപ്പാക്കുന്നു. കൂടുതൽ നിക്ഷേപം ഈ നഗരങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിനാകും. വ്യോമയാന സേവനങ്ങളുടെ വിപുലീകരണം മധ്യപ്രദേശിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പ്രതിദിനം 450-ൽ പരം ട്രെയിനുകൾ സംസ്ഥാനത്തിലൂടെ കടന്നുപോകുന്നു. തലസ്ഥാനമായ ഭോപ്പാലിലൂടെ മാത്രം പോകുന്നത് 220 ട്രെയിനുകളാണ്. പശ്ചിമ മധ്യ റെയിൽവേയുടെ ആസ്ഥാനമാണ് ജബൽപൂർ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇടനാഴികളും വ്യാപാരത്തിനും മറ്റുമായി ഉപകാരപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരോഗമനപരമായ നയങ്ങളും സ്ഥിരതയാർന്ന സർക്കാരും മധ്യപ്രദേശിന് താങ്ങാണ്. മികച്ച റോഡ് ഗതാഗത സൗകര്യങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ആഭ്യന്തര റോഡുകൾക്കൊപ്പം ദേശീയപാത ശൃംഖലയും വികസിക്കുന്നു.
ഭോപ്പാലിൽ നടന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി 1 ലക്ഷം കോടി രൂപയുടെ ചരിത്ര കരാറിലാണ് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത്. സംസ്ഥാനത്തുടനീളമുള്ള 4010 കിലോമീറ്റർ റോഡ് പദ്ധതികളുടെ നിർമ്മാണത്തിനും വികസനത്തിനും കരാർ സഹായകമാകുന്നു. ഇത് രാജ്യത്തിന് മാത്രമല്ല ഗുണം ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയുടെ ആകെ പ്രധാന ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രമായി മധ്യപ്രദേശിനെ മാറ്റുന്നു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് സംസ്ഥാനത്തേത്. ഇൻഡോർ, ഭോപ്പാൽ, ദേവാസ്, ഗ്വാളിയർ, ജബൽപൂർ, സത്ന എന്നിവിടങ്ങളിലായി എലിവേറ്റഡ് ഇടനാഴികളും ഒരുങ്ങുന്നുണ്ട്. സംസ്ഥാനത്തെ ഗ്രാമീണ ഗതാഗതം സുഗമമാക്കാൻ മുഖ്യമന്ത്രി ഗ്രാം സഡക് യോജന നടപ്പാക്കുന്നു. 8565 ഗ്രാമങ്ങളെ 19,378 കിലോമീറ്റർ നീളമുള്ള റോഡുകളുടെ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുകയാണ്. റെയിൽവേ ശൃംഖലയും നവീകരിക്കുന്നു. സംസ്ഥാനത്ത് നിലവിൽ 133 റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളുമാണുള്ളത്. അതിവേഗ ട്രെയിനുകളിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വരവ്. ഇതിനു പുറമെ 100 കോടി രൂപ ചിലവിൽ ഭോപ്പാലിൽ ഒരു പുതിയ കോച്ച് കോംപ്ലക്സ് കൂടി ഉയരുന്നു. ഇത് സംസ്ഥാനത്തെ റെയിൽവേ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും യാത്രക്കാർക്ക് മികച്ച സേവനങ്ങൾ നൽകുകയും ചെയ്യും. ഭോപ്പാലിൽ നിന്ന് ജബൽപൂരിലേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 255 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിക്കുന്ന ഹൈവേക്ക് വകയിരുത്തുന്നത് 15,000 കോടി രൂപ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര സംസ്ഥാന ഡബിൾ എഞ്ചിൻ സർക്കാർ എപ്രകാരമാണ് വികസനം എത്തിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇത്. അടുത്ത വർഷം നിർമ്മാണം ആരംഭിക്കും. മധ്യപ്രദേശിനായി 60,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന റോഡ് വികസന പദ്ധതികളാണ് കേന്ദ്രമന്ത്രി അടുത്തിടെ പ്രഖ്യാപിച്ചത്. ജബൽപൂരിനായി മാത്രം 15,000 കോടി രൂപയുടെ റോഡ് പദ്ധതികളാണ് നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ഫ്ളൈ ഓവറാണ് ജബൽപൂരിൽ തുറന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രം. കൻഹ, ബാന്ധവ്ഗഡ്, പന്ന, പെഞ്ച്, കടുവ സംരക്ഷണ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഇടനാഴി വിനോദസഞ്ചാരം, സാമ്പത്തികം, തൊഴിൽ എന്നീ മേഖലകളെ ശാക്തീകരിക്കും. 2028 സിംഹസ്ഥ കുംഭമേളയ്ക്കായി സംസ്ഥാനം ഒരുങ്ങുകയാണ്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഇതിനായി വകയിരുത്തിയത് 2,005 കോടി രൂപ. കുംഭമേള നഗരിയായ ഉജ്ജയിൻ വികസന പാതയിലുമാണ്. ഉജ്ജയിനിൽ 510 കോടി രൂപ ചിലവിൽ ഒരു പുതിയ റോഡും ഫ്ളൈ ഓവറും ഉയരും. കാലഭൈരവ് ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ പുതിയ പാലവും നിർമ്മിക്കും. മധ്യപ്രദേശിനായി കേന്ദ്രം അനുവദിച്ചത് 3 ലക്ഷം കോടിയുടെ റോഡ് പദ്ധതികളാണ്. ഇതിൽ 75,000 കോടിയുടെ പദ്ധതികൾ പൂർത്തിയായി. 33,000 കോടി രൂപ ചിലവിൽ 5 ഗ്രീൻഫീൽഡ് സാമ്പത്തിക ഇടനാഴികൾ നിലവിൽ വരും. ഇൻഡോർ ഹൈദരാബാദ് ഇടനാഴി, ഉജ്ജയിൻ ഗരോത്ത് 4 വരി ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ, ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴി, ആഗ്ര ഗ്വാളിയർ എക്സ്പ്രസ് വേ എന്നിവയാണ് അവ. സംസ്ഥാന ബജറ്റിൽ മോഹൻ യാദവ് സർക്കാർ നഗരഗ്രാമ വികസനത്തിന് വകയിരുത്തിയത് 51,074 കോടി രൂപയാണ്. ഭവന നിർമ്മാണം, ശുചിത്വം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കാണ് ഊന്നൽ. സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളെ മെട്രോപൊളിറ്റൻ നഗരങ്ങളാക്കി ഉയർത്തുകയാണ്. ഭോപ്പാൽ ഇൻഡോർ മെട്രോകൾക്ക് വകയിരുത്തിയത് 850 കോടിയാണ്. ഇലക്ട്രിക് ബസ്സുകൾ, സ്മാർട്ട് സിറ്റികൾ, കമ്മ്യൂണിറ്റി ക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകി. കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായവും സംസ്ഥാനത്ത് ശക്തമാകുന്നു. ഒരു ദേശത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് റോഡുകളും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ മധ്യപ്രദേശ് എന്നേ വികസിതമായി കഴിഞ്ഞു.